എഴുന്നേറ്റത് പടപടാന്നൊരു ശബ്ദം കേട്ടിട്ടാണ്. ദേ വന്ന് നോക്കിയപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാത്റൂമിൻ്റെ അവസ്ഥ. റൂഫെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീണ് കിടക്കുന്നത് കേട്ടോ. 2 ദിവസം മുന്നേ ഇങ്ങനത്തെ ക്രാക്സൊക്കെ കാണിച്ച് ഒരു വാർണിംഗ് പോലെ തന്നതായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിന് മെസ്സേജും അയച്ചിരുന്നു. അവരിന്നാവട്ടെ നാളെ ആവട്ടെ ബിൽഡിംഗ് ആൾ വരണം നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിലെല്ലാം കൂടെ താഴെ വീണപ്പോൾ അവർക്ക് നല്ല ചൂടായി കേട്ടോ. ആരുടെങ്കിലും തലേ വീണിരുന്നെങ്കിൽ പ്രശ്നമായനേലോ. അങ്ങനെ അവർ ഓടിപ്പിടിച്ച് വന്ന് നോക്കിയപ്പം മേലത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വെള്ളം ലീക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ മേളിൽ കാണുന്ന വെള്ളമൊക്കെ അത് മോയിസ്റ്റായി ആണ് ഈ റൂഫ് താഴെ വീണത്. റൂഫൊക്കെ ഏതാണ്ട് ജിപ്സമോ കാർഡ്ബോർഡോ അങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് പണിഞ്ഞത്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടാണ് ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ പണിഞ്ഞ് വെച്ചേക്കുന്നത്. എന്തായാലും അവിടുത്തെ ആൾക്കാർ വന്ന് ഒരുവിധം ഞങ്ങൾക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി തന്നിട്ട് പോയിട്ടുണ്ട്. ഏതായാലും നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ഒരു വാട്ടർ പ്രൂഫ് റൂഫൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ ബാൽക്കണിയിൽ നിന്ന് വെള്ളമൊക്കെ ലീക്കാവുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ റൂഫിന് വലിയ പ്രശ്നം പറ്റത്തില്ല, കാരണം ഇത് വാട്ടർ പ്രൂഫ് റൂഫാണ്, നേരത്തെ ജിപ്സം ഒന്നുമല്ല.